ഇപ്പോഴും സവോള അരിയുവാൻ ഒരു മാനുവൽ ചോപ്പറിൻ്റെ ചരട് വലിച്ചും ഹാൻഡിൽ അമർത്തിയും ചുറ്റിയുമാണ് നിങ്ങൾ കാര്യം നടത്തുന്നതെങ്കിൽ തീർച്ചയായും ഒരു ഇലക്ട്രിക് ചോപ്പർ വാങ്ങിക്കേണ്ട സമയമായിരിക്കുന്നു. നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ 2 തരം ഇലക്ട്രിക് ചോപ്പർ പ്രവർത്തിപ്പിക്കുന്നത് കാണിച്ചു തരാം. ഈ ആദ്യത്തേത് നല്ല ഭാരമുണ്ടെങ്കിലും വളരെ ചെറിയ സൈസാണ്. ഹാൻഡിൽ ചെയ്യാൻ കൂടുതൽ സൗകര്യമുണ്ട്. 300 വാട്ട്സ് ആണ്. വളരെ പവർഫുള്ളാണ്. വളരെ വേഗത്തിലും കൃത്യതയിലും നമുക്ക് ചെറുതായി അരിഞ്ഞു കിട്ടും. ആകെയുള്ളൊരു കുറവ് ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സവോള അരിയേണ്ട ഒരാവശ്യം വന്നാൽ കുറേ തവണ വീണ്ടും വീണ്ടും ഇതിലിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. എങ്കിലും ഒരു മാനുവൽ ചോപ്പറിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഒരു തവണ തന്നെ കൂടുതൽ സവോള അരിയാൻ പറ്റും. ഇതാണ് അടുത്ത മോഡൽ. ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ക്വാണ്ടിറ്റി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ സവോള ഒരേ സമയം അരിഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് 500 വാട്ട്സിൻ്റെ ആണ്. എങ്കിലും 300 വാട്ട്സുള്ള ആ ചെറിയ ചോപ്പറിനേക്കാൾ കൂടുതൽ കൃത്യതയും ഷാർപ്നെസ്സും ഒന്നും എനിക്ക് തോന്നിയില്ല. ആകെയുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടെയ്നർ വലുതായതുകൊണ്ട് നമുക്ക് ഒരേ സമയം കൂടുതൽ സവോള അരിഞ്ഞു കിട്ടും എന്നത് മാത്രമാണ്. ഒരു മാനുവൽ ചോപ്പർ മാറ്റിയിട്ട് ഒരു ഇലക്ട്രിക് ചോപ്പർ നിങ്ങൾ സ്വന്തമാക്കി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന 5 ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ടൈം സേവിംഗ് ആണ്. മാനുവലിൽ എത്ര നേരം ചരട് വലിച്ചിട്ടും ഹാൻഡിൽ അമർത്തിയിട്ടാണ് നിങ്ങൾക്കൊരു കാര്യം അരിഞ്ഞു കിട്ടുക. രണ്ടാമത്തെ കാര്യം, മാനുവലിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇലക്ട്രിക് ചോപ്പറിൽ ചെയ്യാൻ പറ്റും. മാനുവൽ ചോപ്പറിൻ്റെ കണ്ടെയ്നറിൻ്റെ സെയിം വലുപ്പത്തിലുള്ള ഇലക്ട്രിക് ചോപ്പർ ആയാൽ പോലും മറ്റേതിൽ മെഷീൻ ഉപയോഗിച്ചാണ് അരിയുന്നതെന്ന് ഒറ്റ കാരണം കൊണ്ട് തന്നെ അത് കൂടുതൽ വേഗതയിൽ അരിഞ്ഞു കിട്ടും, കൂടുതൽ അളവിൽ അരിഞ്ഞു കിട്ടും. മൂന്നാമതായി, മാനുവൽ മോഡലിൽ ചരട് വലിക്കുന്നത് മൂലം കൈകൾക്കുണ്ടാകുന്ന കഷ്ടപ്പാട് ഇതിലുണ്ടാകില്ല. നാലാമതായി, മോർ യൂണിഫോം പീസസ് നിങ്ങൾക്ക് കിട്ടും. മാനുവൽ ചോപ്പറിൽ അരിയുമ്പോൾ പകുതി കഷ്ണങ്ങൾ വലുതായിരിക്കും, പകുതി കഷ്ണങ്ങൾ വളരെ ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ചോപ്പറിൽ അത്ര കാണില്ല. ഇനി അഞ്ചാമത്തെ കാര്യം, ചില മോഡൽസിൻ്റെ ഒപ്പം 2 എക്സ്ട്രാ അറ്റാച്ച്മെൻറ്റ്സ് കിട്ടും. ഒരു വിസ്കർ, പിന്നെ ഒരു പീലർ. നിങ്ങൾക്ക് വെളുത്തുള്ളി തൊലി കളയാൻ വേണ്ടിയിട്ട് ഈ പീലർ അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി. അതുപോലെ മുട്ട അടിക്കാനും കുറച്ച് ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് ഉണ്ടാക്കാനും ഈ വിസ്കർ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ഒരു ഇലക്ട്രിക് ചോപ്പർ വാങ്ങിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, 250 വാട്ട്സ് എങ്കിലും പവർഫുള്ളായ ഒരു മോട്ടോറുള്ള ചോപ്പർ ആയിരിക്കണം നിങ്ങൾ വാങ്ങിക്കേണ്ടത്. 700 വാട്ട്സ് വരെയാണ് മാക്സിമം കണ്ടുവരുന്നത്. ഐബെൽ, സ്കൈടോൺ മോഡലുകളിൽ ഇത് ലഭ്യമാണ്. ഇനി ജാർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 600 മില്ലി തൊട്ട് 2000 ml വരെയുള്ളത് ഗാർഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആണ്. ഇനി കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ 6 ലിറ്ററിൻ്റെ കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള മോഡൽ സ്കൈടോൺ എന്ന ബ്രാൻഡ് ഇറക്കുന്നുണ്ട്. മൂന്നാമതായി, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ബ്രാൻഡുകളും പ്ലാസ്റ്റിക് ജാർസ് ആണ് ഇറക്കുന്നത്. എന്നാൽ അഗാരോ, ഇൻസ്റ്റകപ്പ, ഐബെൽ, സ്കൈടോൺ എന്നീ ബ്രാൻഡുകൾ മാത്രം സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ള ജാർസ് ഇറക്കുന്നുണ്ട്. തീർച്ചയായും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൂടുതൽ കാലം ഈട് നിൽക്കുന്നത് നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ ഒരു ഗുണം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാർസ് ഉണ്ടെങ്കിൽ അത് ഡിഷ് വാഷർ സേഫ് ആയിരിക്കും. അതിൻ്റെ ബ്ലേഡ്സും സ്റ്റെയിൻലെസ് സ്റ്റീൽ ജാറും ഡിഷ് വാഷർ സേഫ് ആണെന്നാണ് ഭൂരിഭാഗം ബ്രാൻഡുകളും അവകാശപ്പെടുന്നത്. നാലാമതായി, എത്ര തരത്തിലുള്ള സ്പീഡ് കൺട്രോൾ അവൈലബിൾ ആണ് എന്നാണ് നോക്കേണ്ടത്. സിംഗിൾ ബട്ടണിൽ വിരലമർത്തുന്നതോടുകൂടി പ്രവർത്തിക്കുകയും വിരൽ മാറ്റിയാൽ നിൽക്കുകയും ചെയ്യുന്ന മോഡലുകളാണ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നൊന്ന് ഡബിൾ സ്പീഡാണ്. രണ്ടാമത്തെ ബട്ടണിൽ അമർത്തുമ്പോൾ കൂടുതൽ വേഗതയിൽ അത് പ്രവർത്തിക്കുന്നു. പിന്നെ 3 സ്പീഡിലുള്ള മോട്ടോറുകളും അവൈലബിൾ ആണ്. അഗാരോ, ഇൻസ്റ്റകപ്പ, മഹാരാജ് മോൾ ഈ 3 മോഡലുകളാണ് ട്രിപ്പിൾ സ്പീഡിൽ ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. വിസ്കർ ആൻഡ് ഗാർലിക് പീലർ ആണ് സാധാരണയായി ഇതിനോടൊപ്പം കിട്ടുന്ന എക്സ്ട്രാ അറ്റാച്ച്മെൻറ്റ്സ്. അത് അഗാരോ ആൻഡ് ഇൻസ്റ്റകപ്പ ബ്രാൻഡുകൾ മാത്രമാണ് പുറത്തിറക്കുന്നത്. 999 തൊട്ട് 2499 വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് വിവിധ തരം ബ്രാൻഡുകൾ ഇലക്ട്രിക് വെജ് ചോപ്പർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ 999 രൂപയ്ക്ക് ലഭിക്കുന്ന ഗ്ലെൻ ബ്രാൻഡിൻ്റെ ചോപ്പറാണ് ഏറ്റവും വില കുറഞ്ഞത്. ഇൻസ്റ്റകപ്പയുടെ 2499 രൂപ വിലയുള്ള ചോപ്പറാണ് ഏറ്റവും വില കൂടിയത്.
ഇതിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ബജറ്റിന് ചേർന്ന നല്ലൊരു ഇലക്ട്രിക് ചോപ്പർ സ്വന്തമാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു പ്രൊഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.